32 വർഷങ്ങൾക്ക് മുമ്പ് ഞാന് ഒരു സുവിശേഷകനാകുന്നതിനൊക്കെ മുമ്പ്, ഇത് എന്റെ പ്രഭാഷണ ജീവിതത്തിന്റെ 27ാമത് വർഷമാണ്. 27 അങ്ങോട്ട് കഴിഞ്ഞിട്ട് 28ലോട്ട് കയറാൻ തുടങ്ങുക. അപ്പോ ഈ സുവിശേഷകനാകുന്നതിന് മുമ്പ് ഇടമറുകിന്റെ ഒക്കെ ലേഖനങ്ങളൊക്കെ കിട്ടിയാൽ ഞാനൊന്ന് വായിക്കുമായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ അറിവ് സമ്പാദിക്കാൻ. എന്തൊക്കെയാ ഇതിന്റെ കൃത്യപ്പെന്ന് മനസ്സിലാകണമല്ലോ. അതിനെ ഒരിക്കൽ ഞാൻ നോക്കിയപ്പോ ഇടമറുകിന്റെ ഒരു ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവയുടെ നുണ. യഹോവയുടെ നുണ എന്താണെന്ന് ചോദിച്ചാൽ, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു ആദാം 930 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അതുകൊണ്ട് തമ്പുരാൻ നുണ പറഞ്ഞെന്ന ഇടമറുകിന്റെ വാദം. അതുകൊണ്ട് ഇടമറുകിന്റെ വാദത്തിന് അത്യാവശ്യമായ ഒരു കുറുന്തോട്ടി ഒന്ന് കൊടുത്തിട്ട് നമുക്ക് അടുത്ത ഭാഗത്തോട്ട് കയറാം. വാദത്തിന് കുറുന്തോട്ടിയാ ആവശ്യം. ഏറ്റിക്കോവൂരെ പോരാ. ആരെങ്കിലും അനുചരന്മാരും ഉണ്ടക്കയത്തും പരിസരക്കും ഉണ്ടെങ്കിൽ അവരെ അടങ്കം പിടിച്ച് കാര്യം പറയാൻ പോവാ. യഹോവയായ ദൈവം നുണ പറഞ്ഞു. ഇല്ല, പറയത്തില്ലെന്ന് തന്നെയല്ല, പറയുന്നവരെ ശിക്ഷിക്കുന്നവനാ ദൈവം. ദൈവം നുണ പറഞ്ഞോ? ഇല്ല. പിന്നെ എങ്ങനെ ഇത് വെക്കുന്നത്? പറയാം. നമ്മുടെ കണക്ക് വെച്ച് ദൈവത്തിന്റെ കണക്ക് അളന്നതിലാ തെറ്റുപറ്റിപ്പോയത്. ദൈവം നിത്യം, മനുഷ്യൻ ക്ഷണഭംഗുരൻ. നിത്യനായ ദൈവത്തിന്റെ നിത്യമായ കണക്കുകളുടെ നിത്യമായ അസ്ഥിവാരത്തെ അസ്ഥിരനായ മനുഷ്യന്റെ അസ്ഥിരമായ കണക്കുകളുടെ അസ്ഥിരമായ പരിണാമച്ചാളുകളെ കൊണ്ട് അളക്കാൻ ശ്രമിച്ചതിലാണ് ഇടയ്ക്ക് ഇങ്ങനെ മറുക് വീണു പോയത്. അങ്ങനെ ആ ഇടമറുകെന്ന് വന്നത്. അല്ലെങ്കിൽ പിന്നെ മനുഷ്യർക്ക് വല്ല ഉള്ള ഒരു പേരം കിട്ടാ പോരെ, ഇടയ്ക്കൊരു മറുക്. അപ്പോ ഈ നിത്യനായ ദൈവത്തിന്റെ കണക്ക് എന്ന് ഞാൻ പ്രസ്താവിച്ചപ്പോൾ മനുഷ്യന്റെ കണക്ക് അതിൽ തന്നെ അസ്ഥിരമാണ്. ഒരു ചെറിയ ഉദാഹരണത്തോടെ അത് നിങ്ങളുടെ ബുദ്ധിയിലേക്കൊന്ന് വിതയ്ക്കാൻ ഞാൻ ശ്രമിക്കാം. നമ്മുടെ നാട്ടിലെ ഈ സഹ്യപർവ്വതം കടത്തി കാളന്മാരെ കൊണ്ടുവരുന്ന കാളന്മാര് പാണ്ടിനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നോണ്ട് അതിനെ പാണ്ടിക്കാള എന്നാണ് വിളിക്കുന്നത്. പാണ്ടിക്കാള എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പണിയെല്ലാം കഴിയുമ്പോ പിന്നെ അവർക്കിത് വേണ്ട. അതിന് മലയാളത്തന്മാരുടെ കയ്യിലോട്ട് കൊടുക്കാൻ അവന്മാര് പിന്നെ എന്താ കിട്ടിയാലും അറുത്ത് ഷാപ്പിടും. അതിന് തമിഴ് അണ്ണാച്ചിമാരെല്ലാം കൂടെ ഇങ്ങോട്ട് ഇറക്കി വിടും. മുമ്പിൽ ഒരു കൂട്ടം പോകും. പിന്നെ പോകുന്ന കാളന്മാരുടെ പുറകിൽ അതിന്റെ ആളന്മാർ. ഒരു മുണ്ട് ആദ്യം ഉടുത്തത് മടക്കി കുത്തും. എന്നിട്ട് അതിന്റെ പുറത്ത് ഒരു ജൂബായങ്ങിടും. ദൂരെ നോക്കിയാൽ നമ്മൾ വിചാരിക്കുക ആശാന ജൂവായ ഉള്ളൂടെ. ജൂവ മാത്രമൊന്നും അല്ല, ആശാന മുണ്ടുണ്ട്. മുണ്ട് അവിടെ അണ്ടർസ്റ്റുഡാ. അത് ജൂബയുടെ കീഴിൽ അണ്ടർസ്റ്റുഡാ. അപ്പോ ഒരു കൂട്ടം കാളന്മാർ ഇങ്ങനെ അങ്ങോട്ട് പോകുക. അതിന്റെ പുറകിൽ ആളന്മാര്, അവരുടെ കയ്യിൽ ഇങ്ങനെ ചാട്ടായും അതിന്റെ അറ്റത്തൊരു ആണിയും ഒരു കുത്തും ഒരു അടിയും ഒരു പോക്കും. അതിന്റെ പുറകിൽ അടുത്ത കൂട്ടം വരുന്നത്. മുമ്പ് പോകുന്ന കൂട്ടം, അതിന്റെ പുറകിൽ ഒരു കൂട്ടം, അതിന്റെ പുറകിൽ ആളന്മാര്, പിന്നെ കാളന്മാര്, പിന്നെ ആളന്മാര് ഇങ്ങനെ. അപ്പോ 1+1=2 എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കണക്കാ. വിവാദത്തിന് വേണ്ടി ഇവിടുത്തെ കണക്കിന്റെ തെറ്റൊന്ന് പറയാൻ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു. 1+1=2 അല്ല, 1+1=1 തെളിയിക്കാൻ തുടങ്ങുക. നമുക്ക് ഈ കാളന്മാരെ തന്നെ നോക്കാം. മുന്നേ പോകുന്ന കാളന്മാരും അതിന്റെ പുറകിലെ ആളന്മാരും പിന്നെ കാളന്മാരും. അപ്പോ ഈ മുന്നേ പോകുന്ന കൂട്ടം അധികം, പിന്നെ വരുന്ന കൂട്ടം, ഇതിനെ രണ്ടിനെ കൂടെ ഒന്നിച്ച് ചേർക്കാൻ അധികം പണിയൊന്നുമില്ല. നടുക്ക് നിൽക്കുന്ന അണ്ടർസ്റ്റുഡിനെ പിടിച്ചിങ്ങോട്ട് മാറ്റിയിട്ട് പുറകിൽ നിൽക്കുന്ന കാളന്മാരെ അടിച്ചു മുമ്പോട്ട് വിട്ടേക്കണം. അപ്പോ 1+1, അതായത് മുന്നേ പോകുന്ന കൂട്ടം അധികം, പിന്നെ വരുന്ന കൂട്ടം സമം മറ്റൊരു കൂട്ടം. 2 കൂട്ടം അല്ല, അവിടെ ഒരു കൂട്ടം. അതാണ് 1+1=1. ഇവിടുന്ന് താഴോട്ടൊരു അരുവി ഒഴുകി അങ്ങോട്ട് പോകുന്നു, അവിടുന്ന് ഇങ്ങോട്ടൊരു അരുവി ഒഴുകി ഇങ്ങോട്ട് വരുന്നു. രണ്ടും കൂടെ മുണ്ടക്കയത്ത് വെച്ച് കൂട്ടിമുട്ടി മുമ്പോട്ടൊഴുകുന്നു. അങ്ങോട്ട് വന്ന അരുവി അധികം, ഇവിടുന്ന് വന്ന അരുവി സമം
മറ്റൊരരുവി, രണ്ടരുവി അല്ല. 1+1=1. 1+1 ശരി, 1+1=2 ശരി, രണ്ടും ശരിയാ. അങ്ങനെ ഒന്നിലധികം ശരി ഇവിടുത്തെ കണക്കുകൾക്കുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇത് അസ്ഥിരമാ. എന്നാൽ ദൈവത്തിന്റെ കണക്കതല്ല. അവന്റെ വാക്കുകള് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമാ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കണക്ക് പരിശോധിക്കാൻ ഇടമറുകെ ഈ പുസ്തകം തപ്പണം. ഈ പുസ്തകത്തിൽ തമ്പുരാന്റെ കണക്ക് 90-ാം സങ്കീർത്തനത്തിൽ കൂടെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശ തന്റെ സഹോദരനായിരിക്കുന്ന അഹരോന്റെ ദേഹവിയോഗത്തിങ്കൽ പാടിയ ഒരു വിലാപഗീതം, ഒരു സങ്കീർത്തനം, ഒരു പ്രാർത്ഥന അതിലിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് 90-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത് വാക്യം വായിക്കാം. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. 1000 സംവത്സരം ഉണ്ടെങ്കിലേ, നമ്മുടെ 1000 സംവത്സരം ഉണ്ടെങ്കിലേ തമ്പുരാന്റെ ഒരു ദിവസം തികയൂ. ഇവിടെ കിട്ടിയോ? ഈ 1000 സംവത്സരം തികച്ചത് നരകുലത്തിൽ ഒരുത്തനില്ല. നരകുലത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ആളിന്റെ പേര് പറയാൻ തന്റെ ഇടമുള്ള ആരെങ്കിലും സഹോദരിമാരോ പെൺകുഞ്ഞുങ്ങളോ ഉണ്ട്? കരവൊന്ന് ഉയർത്തിക്കേ. ആരാ? ആരാ? കേട്ടില്ല. നേരാണോ ഞാൻ പറഞ്ഞത്? എന്തുവാ പറഞ്ഞത്? എത്ര നാള്? എന്റെ മുണ്ടക്കയത്തുകാരെ, നിങ്ങൾ വൻ പുള്ളികളാണല്ലോ, അടിച്ചു കളഞ്ഞല്ലോ. ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ചൊന്ന് തരാം. ഇപ്പോഴും അല്ല, ഞാൻ പറയാം. മെഥൂസലേഹ് എന്ന മനുഷ്യൻ 969 വർഷം അവനാണ് ഏറ്റവും കൂടുതൽ കാലം നരകുലത്തിൽ ജീവിച്ചിരുന്നത്. ഈ ആദാമൊക്കെ 930 സംവത്സരം കഴിഞ്ഞപ്പോൾ ചത്തുപോയി. അങ്ങനെയാണെങ്കിൽ ആദാമിന്റെ ആയുഷ്കാലത്തിൽ ദൈവത്തിന്റെ സംവത്സരം, ദൈവത്തിന്റെ ഒരു ദിവസം തികച്ചില്ല. അത് അയക്കാൻ ഒത്തില്ല. നമുക്ക് 24 മണിക്കൂർ കൂടുമ്പോ നമ്മൾ പറയും ഒരു ദിവസം, സന്ധ്യയായി ഒരു ദിവസം. മറ്റത് നിത്യതയുടെ ഘടികാരവും നിത്യതയുടെ കലണ്ടറുമാ തമ്പുരാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ 24 മണിക്കൂർ ഗുണം 7 ഗുണം 4 ഗുണം 12. 24 മണിക്കൂർ ഒരു ദിവസം. അതിനെ 7 കൊണ്ട് ഗുണിച്ചാൽ ഒരാഴ്ച. ഒരാഴ്ചയെ 4 കൊണ്ട് ഗുണിച്ചാൽ ഒരു മാസം. ഒരു മാസത്തെ 12 കൊണ്ട് ഗുണിച്ചാൽ ഒരു വർഷം. അത് ഗുണം1000. എത്ര ഉണ്ടോ അത്രയും കൂടിയെങ്കിലേ തമ്പുരാന്റെ ഒരു ദിവസം തികയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അസ്ഥിരമായ കണക്കുകളുടെ പരിണാമ ചാണ്ടുകൾ കൊണ്ട് അളന്ന് തമ്പുരാന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കണക്കളക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നരകുലമോ അവന്റെ വർഗത്തിൽപ്പെട്ട ഒരാളോ ഇന്ന് വരെ ദൈവത്തിന്റെ കണക്കിൽ ഒരു ദിവസം ജീവിച്ചിരുന്നിട്ടില്ല. അതായത് ശരി. ഇനി അതിന്റെ 2ാമത്തെ മടങ്ങ്, തിന്ന ദിവസം തിന്ന നിമിഷം തന്നെ ആദാമിലേക്ക് മരണം കലർന്നു. മരണത്തിന്റെ കനി കടിച്ചവനിൽ മരണം കലർന്നുകൂടി. അവന്റെ രക്തത്തിൽ മരണം കലർന്നപ്പോൾ പിന്നീട് അവന്റെ രക്തത്തിൽ ജനിച്ച സകലരിലേക്കും മരണം ജന്മാവകാശമായി പകർന്നുകൊണ്ടേയിരുന്നു. ആദാമ്യ വർഗം മൊത്തം മരണത്തിന് അവകാശികളായി മാറ്റപ്പെട്ടപ്പോൾ എല്ലാവർക്കും ജന്മാവകാശമായി മരണം പകർന്ന് ലഭിച്ചെങ്കിൽ ഈ മരണത്തിന് അധീനനായവർ, മരണത്തിന്റെ അവകാശികളായവർ, മരണത്തിന്റെ അടിമകളായ ആരുടെയും പേര്, ആദാമ്യ വർഗത്തിൽ ജനിച്ച ആരുടെയും പേര് ഈ ജീവന്റെ പുസ്തകത്തിൽ എഴുതാനൊക്കത്തില്ല. കാരണം നിന്നിൽ മരണം കലർന്നിരിക്കുന്നു.